അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷിഫ അന്ന് വീട്ടിലെത്തിയപ്പോൾ അവൾക്കാകെ ഒരു മൂഡ് ഓഫ്. ഉമ്മ ചോദിച്ചു, ഷിഫോ എന്തു പറ്റി? ഇന്നെന്താ നിന്റെ ചിരിയും കളിയും വർത്താനൊന്നും ഇല്ലല്ലോ, ഇന്നിപ്പോൾ എന്തോ ഒരു മൂഡ് ഓഫായി നിൽക്കുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? ഒന്നുമില്ലമ്മ, അങ്ങനെയൊന്നല്ല. എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം എൻ്റെ മനസ്സിലെന്തൊരു വിഷമമുണ്ട് എന്നുള്ളത്. എന്തേ ഇന്നിപ്പോൾ എന്തേ വായാടിത്തരൊന്നും കാണില്ലല്ലോ, മറ്റേത് നിൽക്കാതെ സംസാരിച്ചു കൊണ്ടായിരിക്കും. ഇന്നെന്തപ്പോൾ ഇങ്ങനെ എക്സാം ആയിട്ട് ടെൻഷനായിട്ടാണോ? ഉമ്മ, എക്സാം ആയതിന് ഞാൻ എന്തിനാ ടെൻഷനാണ്? അത് ഭാഗ്യമുള്ളവർക്കല്ലേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നല്ല മോളെ, പഠിച്ചാൽ ഒക്കെ കിട്ടും എന്ന് എന്നല്ലേ പറഞ്ഞത്? നിൻ്റെ ക്ലാസ്സിലേക്ക് പഠിക്കുന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടി നല്ല രീതിയിൽ പഠിക്കും, അവൾക്ക് റാങ്ക് ഉറപ്പാണ് എന്നൊക്കെ ക്ലാസ്സിൽ നിന്ന് മിസ്സ് പറഞ്ഞു എന്നോ സാറ് പറഞ്ഞു, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നല്ലേ? ആ, അതൊക്കെ ശരിയാണമ്മ, പാവാണ് ആ കുട്ടി. അതെന്തേ? അല്ലേ ഒന്നുമില്ല, ഞാൻ അവളെ എപ്പോഴും കളിയാക്കുമായിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷേ ഇന്ന് ഓളോളെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് വല്ലാത്തൊരു ടെൻഷന്. അതന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേത് ഇങ്ങനെയല്ല, ഭയങ്കര സംസാരപ്രിയാണ്. അത്രയും പഠിപ്പുള്ള വിദ്യാഭ്യാസം വിവരമുള്ള കുട്ടിക്ക് എന്ത് പ്രശ്നമുണ്ടെന്നാണ് ഈ പറയണത്? ഈ ഓളെക്കുറിച്ച് എപ്പോഴും നല്ല കാര്യങ്ങളാണ് പറയലും. ഉമ്മ, അതൊക്കെ ശരി തന്നെയാണ്, നല്ല കാര്യങ്ങളും നല്ല കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദന തിങ്ങി നിൽക്കുന്നുണ്ട്. ഓൾ ഇതുവരെ എന്നോട് അത് പറഞ്ഞിട്ടില്ല. അതിനിടെ ചില കുട്ടികൾ ക്ഷമിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും. അവരവരുടെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അത് അവിടെ ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കണം. ഒരാളോട് ഓപ്പണായി പറയില്ല. പക്ഷേ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മനസ്സിന് സമാധാനമാണ്. അത് ആ കുട്ടി പാവം എന്താന്നാവല്ലേ, ഇതെന്ത് സംഭവം, എന്ത് വിഷമം അവൾക്ക് ഉള്ളത്? ഈ പറയും ഉമ്മ, ഞാൻ അവളോട് എപ്പോഴും ചോദിക്കുമായിരുന്നൊരു കാര്യം. അവളെ കൈമേലൊരു മോതിരമുണ്ട്, ആ മോതിരത്തുമ്മൽ ഒരു ഫൈസൽ എന്നുള്ള പേരുള്ള മോതിരമാണ്. ഞാൻ ഓളെ കളിയാക്കാൻ വേണ്ടി ഒരുപാട് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ഓളിങ്ങനെ പറയും, ഇതിൻ്റെ എൻ്റെ ഹസ്ബൻഡ് നിൻ്റെ നിക്കാഹിന് തന്ന മോതിരാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ഫൈസൽ എന്നൊക്കെ പറയും. അപ്പം ഞാൻ അവളോട് ചോദിക്കും, എടി പെണ്ണേ, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഗൾഫിലാണോ ചോദിക്കും. അവൾ പറയല്ലാന്ന്. പിന്നെന്താ? എന്നിട്ടെന്താ, ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിന്നെ ഒരു ദിവസം പോലും ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനും വന്നിട്ടില്ല, എവിടെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും വിഷയം മാറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അവളെ കളിയാക്കും, വെറുതെ ഓരോന്നും പറയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പാവാണ്, അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുമ്മ സത്യം പറഞ്ഞാൽ സങ്കടം വരും. എനിക്കിപ്പോൾ തോന്നുകയാണുമ്മ, കല്യാണമൊന്നും കഴിക്കണ്ട. അതെന്താ മോളെ? അല്ലേ, കല്യാണം കഴിച്ചാലേ ചില ആണുങ്ങളെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ജീവിതം വെറുതെ കേട്ടിരല്ലേ, ആ പെണ്ണിൻ്റെ ജീവിതം വെറുതെ നഷ്ടപ്പെട്ടു. പേരിന് കല്യാണം കഴിയുകയും ചെയ്തു, ജീവിതം ഉണ്ടായിട്ടുമില്ല. അതാണല്ലോ അവളുടെ അവസ്ഥ. അതെന്താടേ അങ്ങനെ? അതല്ലമ്മ, അതേ അവൾ ഹസ്ബൻഡ് തീരെ അവളോടൊരു മൈൻഡും കാര്യങ്ങളും ഇല്ല, അവളോട് മിണ്ടുമില്ല പറയില്ല, ദേഷ്യപ്പെടും, പിന്നെ ചൂടാകും, അങ്ങനെ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെയാണ്. അതുമാത്രമല്ല, പിന്നെ ചെയ്ത വലിയൊരു ചെറ്റത്തരം എന്താണെന്നോ, നുസൈബാൻ്റെ മുമ്പേക്ക് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് നിൽക്കുകയാണല്ലോ. എന്താലേ അവസ്ഥ, പഠിച്ചോനെ, ആ കുട്ടി പാവല്ലേ. നീ പറയാറുണ്ടല്ലോ നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല ദീനീബോധമുള്ള കുട്ടിയാണ്, അങ്ങനെ ഇങ്ങനെ ഒരാളെ പറ്റിയ കുറ്റവും കാര്യങ്ങളൊന്നും പറയൂല എന്നൊക്കെ. കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ആ അമ്മ സത്യമായിട്ടും എന്നോട് പറഞ്ഞപ്പോൾ എന്തായാലും അമ്മ ചെയ്യുക, അങ്ങനെയൊക്കെ ആയി തീർന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓളെ വിവാഹത്തിൻ്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് സങ്കടം വന്നു. എനിക്ക് തോന്നുകയാണ് കല്യാണമൊന്നും കഴിക്കണ്ട, ഇതല്ല സ്ഥിതി. ആളുകൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പം ഭയങ്കര മോശമായിരിക്കും, പിന്നെ ജീവിതം നഷ്ടപ്പെടും, ഒന്നും ഉണ്ടാവില്ല. എന്നാലും ആ കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷമിച്ച് കൊണ്ട് നടന്നത്. മോളെ, അതങ്ങനെയൊന്നല്ലല്ലോ. ചില ആളുകൾ നല്ല ആളുകളുണ്ടാവും, ചില ആളുകൾ മാത്രം കുറച്ച് മോശം ആളുകളുണ്ടാവും. പക്ഷേ എല്ലാവരും അങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഓരോന്ന് പഠിച്ചവൻ്റെ വിധി അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ആ കുട്ടി ക്ഷമിച്ച് അത്രയൊക്കെ അവിടെ നിന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഇതന്നെ. ഞാനതല്ലമ്മ പറയണത്, അങ്ങനെയൊക്കെ സ്വഭാവം കണ്ടാലും എന്തെങ്കിലും ചെറ്റത്തരം കണ്ടാലൊക്കെ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോരണ്ടേ വീട്ടിൽ നിന്ന്? അങ്ങനെയല്ല വേണ്ടത് മോളെ. അത് അങ്ങനെ ഇറങ്ങിപ്പോരാൻ എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യം ഉണ്ടാവില്ല. പിന്നെ അവളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞല്ലോ പാവങ്ങളാണെന്നൊക്കെ,
അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കട്ടെ എന്ന് വിചാരിക്കായിരിക്കും. എന്നെങ്കിലൊക്കെ തൻ്റെ ഭർത്താവ് ശരിയാവുമെന്ന് വിചാരിക്കണുണ്ടാവും. ഉമ്മ അതല്ല, അപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞു, എന്നിട്ടും അവൾ അവിടെ നിന്ന് പോകുന്നില്ലല്ലോ. പിന്നെ അതുമല്ല, അങ്ങനെയൊക്കെ അവൻ ചെയ്തിട്ടും ഇപ്പോഴും ഓളെ മനസ്സിൽ ഓനുണ്ട്. ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഓൾക്ക്. അത് ഒഴിവാക്കാനേ കഴിയണില്ല. അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടും എന്തൊക്കെ ഓളോട് കാട്ടിക്കൂട്ടിയിട്ടും അത്രക്കും സ്നേഹിക്കാൻ മാത്രം ഇപ്പം എന്താ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഓന് കടുപ്പം കാട്ടിയിട്ടും ഇപ്പോഴും എൻ്റെ ഫൈസൽക്ക് വരും ഒരു ദിവസം എന്നാണ് ഓളെ പ്രതീക്ഷ. എല്ലാം ഒഴിവാക്കിയിട്ട് ഫൈസൽക്ക് വരും, ഫൈസൽക്ക് എല്ലാ തെറ്റുകളും തിരുത്തും, അങ്ങനെയൊക്കെയാണ് പറയണത്. എന്തിനാ അപ്പം അതിൻ്റെ ആവശ്യം? ഇല്ലമ്മ മോളെ, അതങ്ങനെയല്ല. ചില പെൺകുട്ടികൾക്കായാലും ചില ആൺകുട്ടികൾക്കായാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർ കെട്ടിയ ആളുകളെ തന്നെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുക. അതിപ്പോൾ ചിലവർ എത്രയോ ഉപദ്രവിക്കണവരുണ്ടാവും. എന്തൊക്കെ തന്നെ ആയാലും അവർക്ക് അവരോടൊരു പ്രത്യേക സ്നേഹമായിരിക്കും. എന്താ അറിയില്ല, അതുപോലെ തന്നെ ആയിരിക്കും നുസൈബാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പല പല ആളുകൾ, എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടും ചിലവർ കല്യാണം കഴിക്കാൻ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പെണ്ണിനോട് വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടും വീട്ടുകാരും കുടുംബക്കാരൊക്കെ. എന്തിനാണ്, ചെറുതല്ലേ, ഇപ്പം തന്നെ ഇങ്ങനെ വിധവയായി നിൽക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ പല പെൺകുട്ടികളും, എല്ലാവരും എന്ന് പറയണില്ല, ചില പെൺകുട്ടികളൊന്നും അതിന് സമ്മതിക്കൂല. കാരണം എന്താ, വേണ്ട, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ, അത് അദ്ദേഹം മാത്രമാണ്. ഇനി ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് എന്നെ കെട്ടിയ എൻ്റെ ഭർത്താവ് തന്നെ എനിക്ക് മതി, അല്ലാതെ മറ്റൊരു ജീവിതം ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. ചെറിയ മക്കളായിരിക്കും അവൾക്കുണ്ടായിരിക്കുക, അധിക കാലം ജീവിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും മറ്റൊരു വിവാഹത്തിന് ആ പെൺകുട്ടി സമ്മതിക്കൂല. അതെന്തുകൊണ്ടാണ്? അവളുടെ മനസ്സിൽ ഒരു പുരുഷൻ്റെ മുഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് അവളുടെ നിക്കാഹ് കഴിച്ച ഭർത്താവാണ്. അതുകൊണ്ട് സമ്മതിക്കൂല. അങ്ങനെ ചില ആണുങ്ങളുണ്ട്, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഇങ്ങനെ കഴിയുക, പിന്നെ ഒരിക്കലും മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ചിന്തിക്കൂല. അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷേ ഉമ്മ, ഇത് അങ്ങനെയല്ലല്ലോ, അവളൊരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഇടങ്ങാറാക്കിയിരിക്കണ്. അങ്ങനെ ആകുമ്പോൾ മോളെ, അതങ്ങനെ ചില ആളുകളുണ്ടാവും. എത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചാലും എന്തൊക്കെ ചീത്ത പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലൊക്കെ അങ്ങോട്ട് നല്ല സ്നേഹം ഉണ്ടാവും, ഭർത്താവിനോട് നല്ല സ്നേഹം. ഇങ്ങോട്ടൊരു തരി സ്നേഹം കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തെ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. ആ ഒരു ടൈപ്പായിരിക്കും ഒരു പക്ഷേ ഈ നുസൈബ. ചില ആളുകൾ, സ്നേഹമുള്ള ആളുകളൊക്കെ മരിച്ചു പോയാൽ പിന്നെ എന്താ പറയുക, ചില ആളുകൾ കല്യാണം കഴിക്കാതെ അങ്ങനെയൊക്കെ നിൽക്കണവരുണ്ട്. ചിലരാണെങ്കിലോ സ്ത്രീകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ 40 കഴിയുമ്പോഴേക്കും അടുത്ത വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനത്തെ ആളുകളും ഉണ്ട്. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുകളുടെ കൂടെയൊക്കെ പോയി അങ്ങനെ പോകുന്നവരും ഉണ്ട്. എന്തായാലും പഠിച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. ഈ കുട്ടിയുടെ ഈ ഒരു സ്ഥിതിഗതി അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നുകയാണ് അല്ലേ? ഉമ്മ പാവാണ്. ഞങ്ങൾ ക്ലാസ്സിൻ്റെ കോളേജിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊരു പുതിയ മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ഉമ്മാനോട് അന്ന് പറഞ്ഞിരുന്നല്ലോ. അതുമ്മ, അവിടെ നല്ലൊരു ചെക്കനുണ്ട് കേട്ടോ. ചെക്കനെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചെക്കനാണ്, അത്യാവശ്യം സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ല കാണാനും ഭംഗിയുണ്ട്, എന്നാലോ ദീനീയായ രീതിയിലുള്ള അങ്ങനത്തെ ആളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മുഖത്തേക്കൊന്നും, പെണ്ണുങ്ങളെ മുഖത്തേക്കൊന്നും നോക്കൂല, എങ്കിലും ആവശ്യത്തിന് സംസാരിക്കും. അങ്ങനെ നല്ലൊരു രീതിയിലുള്ള പെരുമാറ്റം. എന്തായാലും അവനക്ക് നുസൈബയോട് ഒരു ഇഷ്ടം തോന്നിയിട്ടോ എന്താ അറിയില്ല, അങ്ങനെ ചോദിച്ചപ്പോൾ അവൾക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു. അവൾ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ പുറത്തായത്. എന്തായാലും എന്തൊക്കെയാണാവോ, പാവല്ലേ അവൾ. അത് മോളെ, ചില ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കും. ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുഖം മാത്രമായിരിക്കും മനസ്സിൽ, അവരെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത, മറ്റൊരു ചിന്തകൾ ഉണ്ടാവുകയില്ല. അതിൽ പെട്ടതായിരിക്കും നുസൈബയും. മോളെ, ഞാൻ പറയാറില്ലേ എപ്പോഴും, ദീനുള്ള ആളുകളെ കണ്ടുപിടിച്ചാൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. ചില ആണുങ്ങൾ എന്നല്ല പെണ്ണുങ്ങളും ഉണ്ടാവും, അവരിഷ്ടം പോലെയൊക്കെ എങ്ങനെയൊക്കെ നടക്കണോലായിരിക്കും. പിന്നെ ദീനുള്ള ആണുങ്ങളാണെങ്കിൽ അവർക്ക് ആ കറക്റ്റ് ടൈമിന് ഭാര്യയുടെ അടുത്തെത്തണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണം,
അവരെ സഹായിക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവർക്കറിയാം. കാരണം അതല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിൽ അങ്ങനെയാണ്. നല്ല കാര്യങ്ങൾ ഭാര്യയോട് നിങ്ങളിൽ നല്ലവരാരാണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവൻ എന്നാണല്ലോ ഉത്തരം. അപ്പോൾ അത് അറിവുള്ളവർക്കറിയാം. അല്ലാത്തവരിതാ നേരം ഒരുപാട് വൈകി വീട്ടിലേക്ക് വരും. പിന്നെ അവരുടെ മൊബൈൽ ഫോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ കുത്തി കളിക്കും, എന്തെങ്കിലുമൊക്കെ ചാറ്റിങ്ങും കാര്യങ്ങളും അതങ്ങനെ. അപ്പോഴേക്കും പാവം ഈ പെണ്ണ് ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് എത്രയോ ഉണ്ട് കേസുകൾ. അങ്ങനെയൊക്കെ ആകുമ്പോഴും അതൊരു ബുദ്ധിമുട്ടാണ്. അത് ദീനില്ലാത്തതിൻ്റെ കുറവാണ്. അപ്പോൾ ദീനുള്ള ആണുങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഒരു പെണ്ണിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. ഒരുപാട് പൈസയും കാര്യങ്ങളും എന്നല്ല, ഉള്ള ജീവിതത്തിൽ ഇനി ഒരു പച്ചവെള്ളം കുടിക്കുകയാണെങ്കിലും സമാധാനമുള്ള ജീവിതമാണ് ഏതൊരു പെണ്ണും കൊതിക്കണത്. ആ ഒരു രീതിയിലാണ് എല്ലാവർക്കും ഇഷ്ടവും. ഒരുപാട് സ്വത്തും മുതലും സമ്പത്തൊന്നും ഉണ്ടായിട്ട് സമാധാനം ഉണ്ടാവില്ലല്ലോ. ആ ഒരു ഭർത്താവിൻ്റെ നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു വിളി, അതൊക്കെയാണ് ഏതൊരു പെണ്ണും കൊതിക്കണത്. കൂടുതലായിട്ടൊന്നുമല്ല. അപ്പോൾ അതില്ലെങ്കിൽ അവർക്ക് സമാധാനക്കേട് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെക്കന്മാരെ കണ്ടുപിടിക്കുകയാണെങ്കിലും നീ പറയാറുണ്ടല്ലോ ഉമ്മ എനിക്ക് പ്രൊഫഷണൽ ജോലിക്കാരെ മതി, അങ്ങനെയാകുമ്പോൾ നല്ല ക്യാഷായിട്ട് നല്ല അടിപൊളിയായി ജീവിക്കാമെന്നൊക്കെ. മോളെ അതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും, ശരിയാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർക്ക് അവരുടേതായ തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആവും. പക്ഷെ ദീനുള്ളവരാണെങ്കിൽ അവർക്ക് എന്നും ആ ഒരു ബോധം ഉണ്ടാവും തൻ്റെ ഭാര്യയെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ച്. അവർ കൂടുതൽ ഭാരപ്പെട്ട ജോലിയും കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കൂലല്ലോ. കാരണം എന്താ, അറിവുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തും ഷെയർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ആർക്കൊരു ഭാരമാകാത്ത രീതിയിൽ. പഠിച്ചോനെ പാവം ആ കുട്ടിയുടെ വിധി ആലോചിച്ചിട്ട് എന്തിനാണ് ആ ചെറിയ കുട്ടികളെ എപ്പോൾ തന്നെ പിടിച്ച് കെട്ടിച്ചത് തോന്നുകയാണ്. ഉമ്മ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ലോണം പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എനിക്ക് മതി കല്യാണം. അല്ലാതെ കണ്ടില്ലേ ആ പെൺകുട്ടിയുടെ സ്ഥിതി വരും എനിക്കും. മോളെ അതിപ്പോൾ അതിനു മുമ്പ് നല്ല ഹയറായ ആലോചനകൾ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കണം. എന്നിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു താല്പര്യം. അല്ലാതെ പഠിച്ച് ജോലിയായി എല്ലാം കൂടെയൊക്കെ ആവുമ്പോഴത്തേന് ഒരുപാട് ടൈം ആവൂലേ ഉമ്മ. ഇപ്പം അങ്ങനെയല്ല കാലം. ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. അത്യാവശ്യം അവർക്ക് ആവശ്യത്തിനുള്ള ജീവിക്കാനുള്ള ജോലി, ഓർക്കുള്ള സാലറി, ക്യാഷ് അതൊക്കെ സമ്പാദിച്ചിട്ടാണ് എല്ലാവരും വിവാഹത്തിന് ഒരുങ്ങുന്നുള്ളൂ. മറ്റേത് എല്ലാത്തിനും ആണുങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി നിൽക്കേണ്ടി വരും. മോളെ എന്തായാലും പഠിച്ചവന് ഹയറായത് നമുക്ക് കിട്ടട്ടെ. അതുപോലെ തന്നെ പാവം ആ നുസൈബാക്കും നല്ലൊരു ജീവിതം കൊടുക്കട്ടെ. നുസൈബയുടെ വീട്ടിൽ അന്ന് നുസൈബ അല്പം സങ്കടത്തോടെയാണ് ഉമ്മ അവളെ കണ്ടത്. മോളെ നുസൈബ, എക്സാമിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ബാക്കി? ആ ഉമ്മ, കുറച്ച് ദിവസമേ ഉള്ളൂ. മോള് എല്ലാ ഭാഗവും കവർ ചെയ്തോ? ഉമ്മ റിഹേഴ്സലുണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്ത് ഒക്കെ റെഡിയാക്കുക. പിന്നെ ഭാഗ്യം പോലെയല്ലേ ഒക്കെ. എൻ്റെ മോൾക്ക് ഇനിയും ഉണ്ടോ പഠിക്കാൻ? ഉമ്മ കുറച്ചും കൂടെയൊക്കെ ഉണ്ട്. പിന്നെ മോളെ നാളെ ഒഴിവുണ്ടെങ്കിൽ നമുക്ക് വല്യമ്മാൻ്റെ അടുത്തുനിന്ന് പോയി വരണം കേട്ടോ. കുറേ ദിവസമല്ലേ. ഒന്ന് ഉപ്പ ഹോസ്പിറ്റലിൽ പോയിന്ന് വന്നതിന് ശേഷം ഒന്നും പോയിട്ടുമില്ല. നമുക്ക് നാളെ ഒന്ന് പോയി വരണം. മോളെ ക്ലാസ് കഴിഞ്ഞിട്ട് മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് പോയി വന്നാലും മതി. അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ പിന്നെ ഒരുപാട് ടൈമൊക്കെ എടുക്കും. ഉമ്മ എന്നാൽ നാളെ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഒന്ന് പോകാം. കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ പോരെ? പിറ്റേന്ന് രാവിലെ നുസൈബ കുളിച്ചൊരുങ്ങി പോകുമ്പോൾ വല്യമ്മയുടെ അടുക്കൽ പോകണം. ഉമ്മ അതുവരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിയത്തുമാരും ഉപ്പയും അവിടെ വീട്ടിൽ തന്നെയാണ്. ഉമ്മയും നുസൈബയും അതാ വല്യമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അവർ രണ്ടുപേരും നടന്നു പോകുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള അയൽവാസി താത്ത ഉമ്മയെ കണ്ടു. അന്നെ കണ്ടിട്ടിടെ കുറേ ആയിട്ടോ. അല്ല എൻ്റെ മോളെ സ്ഥിതിയിലേ ഏതായാലും വല്ലാത്തൊരു പുതുമ. എന്തി താത്ത? അല്ലേ ഓൾ ഒഴിവാക്കിയല്ലേ?
ഇനിയിപ്പോൾ എന്താണ്, ആ ഒരു പ്രതീക്ഷയില്ലല്ലോ. നുസൈബ കുറച്ച് മുന്നിലായിരുന്നു. ഒരു നിമിഷം അവൾക്ക് എന്തോ ഒന്ന് കേട്ട പോലെ തോന്നി. ആ താത്തയോട് ഉമ്മ പറഞ്ഞു, പൊന്നാര താത്ത, നിങ്ങളൊന്നും പറയില്ലിപ്പോൾ. മോളെ നുസൈബ, ഈ നടന്നോ, വല്യമ്മാൻ്റെ അടുത്തേക്ക് നടന്നോ, ഞാൻ അതാ പിന്നാലെ വരണേ. ഉമ്മ നിങ്ങളും വരി. അല്ലടി, എന്തിയപ്പോൾ ഒഴിവാക്കാൻ കാരണം? ഇനിയിപ്പോൾ അവന് പോകണമെന്നില്ലല്ലോ, ഓൻ വേറെ പെണ്ണും കിട്ടിയിരിക്കണല്ലേ. പഠിച്ചോനെ, കുട്ടികളൊരു കാര്യം, എത്ര ചെറുപ്പത്തിൽ പിടിച്ച് കെട്ടിച്ചതാണ്. ഇങ്ങനെയൊക്കെ ഇതുണ്ടാവുമെന്ന് നമ്മളിപ്പോൾ കുളർക്കുമോ? വല്ലാത്തൊരു പുതുമന്നെ. താത്ത, ഞാൻ പോവാണ്, എനിക്ക് ധൃതിയുണ്ട്, ഞാൻ നടക്കട്ടെ, എൻ്റെ കുട്ടിയുടെ മുന്നിലെത്തിക്കണേ. ഒരു നിമിഷം നുസൈബ എന്തൊക്കെയോ അവരിൽ നിന്ന് കേട്ടു. ഉമ്മ, എന്താണ് താത്ത പറഞ്ഞത്? അതെ, അത് മോളെ വെറുതെ എങ്ങനെ ഈ ഇവിടെ നിൽക്കണണ്ടിട്ട് ചോദിക്കുകയാണ്. അന്നെ ഒഴിവാക്കിക്കണോ, കെട്ടിച്ചിക്കണോ, അങ്ങനെയൊക്കെ അതൊരു അന്തമില്ലാതൊരു ചോദിക്കുകയാണ്. ഉമ്മ, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? ആ താത്ത ചോദിച്ചത് ശരിയാണോ? ഫൈസൽക്ക എന്നെ... നുസൈബ പൊട്ടിക്കരഞ്ഞു. മോളെ, ഈ എന്താണ്, സ്കൂളിൽ പോകാൻ നേരെ അയക്കണം നിൽക്കട്ടോ, വേഗം വല്യമ്മാൻ്റെ അടുത്ത് പോയിട്ട് വേഗം പോയിക്കോ. ഉമ്മ, ഞാനില്ല. അതെന്താ മോളെ, പാവാണ്, വല്യമ്മാനൊന്ന് കണ്ടുപോയിക്കോ, പിന്നെ നേരം വൈകും, ഞാൻ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിനോട് ആക്കിത്തരാം. അത് കഴിഞ്ഞിട്ട്. നുസൈബയുടെ കൈകാലുകൾ തളരുന്ന പോലെ അവളുടെ കണ്ണുകളിൽ അതാ ഇരുട്ടാകുന്നു. അവൾക്കൊന്നിനും കഴിയില്ല. അവളുടെ നാവുകൾ കുഴഞ്ഞു പോകുന്ന പോലെ അവൾ അവിടെ അങ്ങിരുന്നു. മോളെ, എണീക്ക് കുട്ടിയെ, ഈ എന്തിൻ്റെ കുട്ടി എന്താ ഇവിടെ ഇരുന്നത്? എണീക്ക്, ഉമ്മാൻ്റെ കൈ പിടിച്ച് എണീക്ക്. ഉമ്മാക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയിരുന്നു തൻ്റെ മോൾ എല്ലാം അറിഞ്ഞുവെന്ന്. ഉമ്മാക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയുന്നില്ല. മോളെ, എൻ്റെ കുട്ടി എണീറ്റാണ്, എൻ്റെ കുട്ടി ഇവിടെ ഇരിക്കണ്ട, വരി നമുക്ക് വല്യമ്മാൻ്റെ അടുത്ത് പോയിരിക്കാം. എന്നാൽ എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോകണ്ടേ? ഉമ്മ, ഇല്ല, ഞാൻ പോകണില്ല ഇനി. അതെന്താ പൊന്നു മോളെ, എൻ്റെ മോൾക്ക് ഇത്രയും പൈസയൊക്കെ തന്ന് ഉമ്മ പറഞ്ഞയച്ചിട്ട്? ഉമ്മ, ഞാൻ പോകണില്ലമ്മ. എന്തിനാണ് ഞാൻ പോണത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ പോണത്? എൻ്റെ ഫൈസൽക്ക. മോളെ നുസൈബ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഓനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണ്ടാന്ന്. ഓൻ എൻ്റെ എന്തെങ്കിലും നോക്കാറുണ്ടോ? പിന്നെ ഈ എന്താ ഇങ്ങനെ? എണീക്ക് ധൈര്യത്തോടെ. എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞ് കേട്ടിട്ടില്ലേ, നല്ല ധൈര്യമായി നിൽക്കണം എപ്പോഴും, എവിടെയും തളരരുതെന്ന്. എന്നിട്ടെന്താ നീയേ? ഉമ്മ, ഞാൻ എന്തിനാണ് ഇനി പഠിക്കണത്? ആർക്ക് വേണ്ടി, എന്തിന്? മോളെ, നീ നമുക്ക് വേണ്ടിയാണ് പഠിക്കണത്. മോളുടെ ഉപ്പ, ഉമ്മ, അനിയത്തി, കുടുംബങ്ങളെല്ലാം ഉണ്ട്. പാവങ്ങളാണ്, പാവപ്പെട്ടവരാണ്, ഒന്നിനും ഗതിയില്ലാത്തവരാണ്. എൻ്റെ മോള് പഠിച്ച് ഉഷാറായാലല്ലേ നമ്മളെ കുടുംബം രക്ഷപ്പെടുള്ളൂ. പിന്നെ എന്നും എൻ്റെ അമ്മായിമാൻ്റെ പൈസയൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അത് ഉള്ളിടത്തോളം കാലം കിട്ടുമായിരിക്കും, പഠിച്ചോ കാക്കട്ടെ. എന്നാലും എന്നത് പ്രതീക്ഷിക്കണം ശരിയല്ലല്ലോ. മോളെ, ഞമ്മക്കൊരു ആൺതരില്ലല്ലോ. അതിന് പകരം എൻ്റെ മോള് പഠിച്ച് വലുതായി വളർന്ന് എൻ്റെ കുട്ടി നമ്മളെല്ലാവരെയും നോക്കൂലേ. എൻ്റെ കുട്ടിയെ തളരരുത് മോളെ. പരീക്ഷയ്ക്ക് ദിവസങ്ങളുള്ളൂ കേട്ടോ ബാക്കി. ഒരിക്കലും ഉമ്മ, എല്ലാം എനിക്കറിയാം, പക്ഷേ ഞാൻ പോകുന്നില്ല ഇനി എനിക്ക് കഴിയില്ല. എന്തിനാണ് എനിക്ക് ജീവിതം? മോളെ, ഈ സങ്കടപ്പെടല്ലേ, എണീറ്റ് നിൽക്ക്. നുസൈബ, എൻ്റെ മോൾ നുസൈബയാണെങ്കിൽ നീ എണീറ്റ് നിൽക്ക്. അവിടെ ഇരിക്കല്ലേ, നീ ഡ്രസ്സിട്ട് ഇവിടെ നിലത്താണല്ലോ ഇരുന്നത്. ഉമ്മ, സഹിക്കാൻ കഴിയാതെ ഇരുന്ന് പോയതാണ്. എന്താ പെണ്ണെ, അത് സാരല്ല. ഉമ്മാക്കും സത്യം പറഞ്ഞാൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം അവൾ ആ വാർത്ത അറിഞ്ഞു. ഇനി ഒരിക്കലും ഫൈസൽ തന്നെ കൊണ്ടുവരാൻ വരില്ല, അവൻ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ആ ഒരു വേദന. ഉമ്മ പറഞ്ഞു, മോളെ, എൻ്റെ മോൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
എൻ്റെ മോള് ആ മഹറങ്ങ് തിരിച്ചു കൊടുത്തേക്കണം ഓനക്ക്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവളുടെ ആ മോതിരത്തിലേക്ക്, ഫൈസൽ എന്ന പേരുള്ള ആ മോതിരത്തിലേക്ക് അവളുടെ കണ്ണുനീർ ഉറ്റി. അവളത് നോക്കി. അവളുടെ കണ്ണുനീരുള്ള ആ ഒരു മോതിരം അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ തിളങ്ങുന്നതായി അവൾക്ക് തോന്നി. ഉമ്മ നുസൈബയെ എഴുന്നേൽപ്പിച്ചു. മോളെ നടക്ക്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. വാ, നമുക്ക് വല്യമ്മയുടെ അടുത്തേക്ക് പോകാം. അവിടെ എത്തുമ്പോൾ എൻ്റെ കുട്ടിക്ക് അല്പം ആശ്വാസം കിട്ടും. നുസൈബയുടെ ആ പഴയ സ്മാർട്ട്നെസ്സും ചുറുചുറുക്കും എല്ലാം എവിടെയോ പോയതേപോലെ അവൾക്ക് ഒന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു ചെറിയ കുട്ടിയെപ്പോലെ ലക്ഷ്യമില്ലാതെ നടക്കുന്ന പോലെ. പഠിച്ചവനെ അല്ലാ, എൻ്റെ കുട്ടിയെ നീ കാക്കല്ല, എൻ്റെ കുട്ടിയെ നീ കാത്ത് രക്ഷിക്കല്ല. ഉമ്മ മനസ്സിൽ ദുആ ചെയ്തു. എൻ്റെ മോള് ഒരിക്കലും വേദനിക്കാൻ പാടില്ല. വാ, നമുക്ക് വല്യമ്മാൻ്റെ അടുത്ത് പോകാം. നുസൈബ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ മാനസിക നില ആകെ തെറ്റിയ പോലെ. പഠിച്ചവനെ എന്തിനാണ് പഠിച്ചവനെ ഇനിയൊരു ജീവിതം? ചിന്തിക്കാൻ പാടില്ല അങ്ങനെയൊന്നും. പക്ഷേ അപ്പോഴത്തെ ആ ഒരു മാനസിക അവസ്ഥയിൽ അവൾക്ക് അങ്ങനെയൊക്കെ തോന്നുകയാണ്. അവൾ വല്യമ്മയുടെ വീട്ടിലെത്തി. ആരേ വരുന്നേ പഠിച്ചോനെ? താത്തേ? നുസൈബയുണ്ടോ? പഠിച്ചോനെ, ഈ പെണ്ണിനെയൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായി? എളാമ്മ പറഞ്ഞു. അവർ അകത്തേക്ക് കയറി. നുസൈബ നേരെ വല്യമ്മയുടെ റൂമിലേക്ക് പോയി. വല്യമ്മയുടെ കട്ടിലിരുന്നു. മോളെ, എൻ്റെ കുട്ടി വന്നിക്കണോ വല്യമ്മ എന്ന് പറഞ്ഞ് നുസൈബ വല്യമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്താ കുട്ടിയെ, എൻ്റെ കുട്ടി എന്താ ഇങ്ങനെ കരയണത്? എന്തിയമ്മ, എൻ്റെ കുട്ടിക്ക് എന്തിയാ പറ്റിയത്? എൻ്റെ കുട്ടി ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. ഒരു കാര്യത്തിലും നമുക്ക് പഠിച്ചോന് ഓരോന്ന് കരുതിയിട്ടുണ്ടാവും നമ്മളെ ജീവിതത്തിൽ. അതൊക്കെ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോവുക ചെയ്യും. ഒക്കെ 4-ാം മാസത്തെ കണക്കാക്കണതാണ്. അതുമല്ല നമ്മളെ പിന്നെ അതിൽ നിന്ന് നമുക്കൊന്നും മാറ്റം വരുത്താനൊന്നും പറ്റൂല. അതൊക്കെ പഠിച്ചോനെങ്ങനെ വിധിച്ചത് അതുപോലെയൊക്കെ വരും. ഇനി എൻ്റെ കുട്ടി ദ്വാരക്കണം. പഠിച്ചോനെ, എനിക്ക് ഹയറായ ഒരാളെ കിട്ടണം, ഒരു ഭർത്താവിനെ കിട്ടണം എന്ന് എൻ്റെ കുട്ടി നിരന്തരം ദുആ ചെയ്യുക. അതന്നെ ഉള്ളൂ ഇനിയിപ്പോൾ വഴി. എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം നുസൈബാക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. എല്ലാവരും എന്നോടെല്ലാം മറച്ചു വെക്കുകയായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല, എന്നോടൊന്നും ചോദിച്ചതുമില്ല. നുസൈബ പൊട്ടി പൊട്ടി കരഞ്ഞു. നുസൈബയുടെ ഉമ്മാക്കും അത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. എളാമ ചോദിക്കുന്നത് കേട്ടു. താത്ത, അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അവളോട് പറഞ്ഞില്ലല്ലേ? പറഞ്ഞിട്ടില്ലേനോ? ഇല്ലടി, അത് ഞങ്ങൾ വരുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിലത്തെ ആ താത്ത ചോദിച്ചതാണ്. എൻ്റെ കുട്ടിനെ കാര്യം ഒഴിവാക്കിയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓൾ കേട്ടു. ബുദ്ധിയുള്ള കുട്ടിയല്ലേ, കേൾക്കാതിരിക്കൂരല്ലോ. ഇപ്പോഴാണ് കേൾക്കുന്നത്. സാരല്ല താത്ത, എന്താ വിധി, എന്താ ഇപ്പോൾ ചെയ്യുക? വിധി അങ്ങനെ ആയിപ്പോയില്ലേ. സാരല്ല, പഠിച്ചോ അതിനേക്കാളും ഹയറായതൊക്കെ കിട്ടും. അല്ലാതെ ഇങ്ങനെ നോക്കാതെയും മുണ്ടാതെയും പറയാതെയുള്ള ഭർത്താക്കന്മാരുണ്ടായിട്ട് എന്ത് കാര്യമാണ്? സ്നേഹമില്ലാത്ത അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. പഠിച്ചോന് ഓളെ മനസ്സ് നമുക്കൊക്കെ അറിയണമല്ലേ, എന്തോ ഒരു നല്ല കുട്ടിയാണ്. അതിനനുസരിച്ചുള്ളൊരു ചെക്കനെ പഠിച്ചോ ഓൾക്ക് കൊടുക്കട്ടെ. എടീ, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ പെണ്ണിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഫൈസൽ എന്നുള്ളൊരു ചിന്തയിലാണ് ഓൾ ജീവിക്കണത്. ജീവിതം അങ്ങനെ തള്ളിപ്പോണത്. എന്താ ചെയ്യുക? ഓളെ കുറേ നോക്കിയിട്ടും ഒന്നുമല്ല. എന്നാലും അതങ്ങനെ ഒരു ഇഷ്ടമാണ്. എത്രയേ ഞാൻ ഉപദേശിച്ചേക്കണ് ഓൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ കളഞ്ഞാളാ, ഓൻ്റെ സ്വഭാവം ശരിയല്ലാന്ന്. പക്ഷേ ഓൾ കേട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം കൂടി താങ്ങാൻ അവൾക്ക് കഴിയണില്ല. ഓളാകെ. വല്യമ്മയുടെ മടിയിൽ നുസൈബ തല ചായ്ച്ച് കിടക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വല്യമ്മ അവളുടെ തട്ടത്തിൻ്റെ മുകളിലൂടെ തല ഓടിക്കൊടുക്കുകയാണ്. അവളുടെ കണ്ണുനീർ തുടക്കുകയാണ്. എൻ്റെ കുട്ടി വിഷമിക്കല്ലേ, എൻ്റെ കുട്ടി വിഷമിച്ചാലേ പിന്നെ വല്യമ്മക്ക് ആരുണ്ടാകുക? അവളുടെ ആ കണ്ണുനീർ വല്യമ്മ തോർത്തിക്കൊണ്ടേയിരുന്നു. ആ വീട് മുഴുവൻ സങ്കടത്തിലായി. എല്ലാവരും കരയുകയാണ്. എങ്ങനെ ആശ്വസിപ്പിക്കും? ഒന്നിനും കഴിയുന്നില്ല. പാവം, അവളിപ്പോഴാണത് തിരിച്ചറിഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ട
എൻ്റെ ഫൈസൽക്ക. ഇതുവരെ ഞാൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഫൈസൽക്ക തന്നെ എന്നോ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾ തിരിച്ചറിയുന്നു. വല്യമ്മ പറഞ്ഞു, മോളെ എൻ്റെ കഴുത്തത്ത് ആ മഹറൊക്കെ കണ്ട് ഊരിക്കാളഞ്ഞ് ഇനി അതിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് ഊരിക്കാളാം. ഇനിയിപ്പോൾ അത് വേണ്ടേ നമുക്ക്. അവളുടെ വിരലിലുള്ള ആ ഫൈസൽ എന്ന പേരുള്ള ആ ഒരു മോതിരം അവൾ അത് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതും അവളുടെ വിരലിൽ നിന്ന് ഊരിയെടുക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. ഇനി എന്തിനാണിത് പഠിച്ചോനെ, എന്നെ നീ എന്തിനാണ് അങ്ങനെ പരീക്ഷിച്ചത്? മോളെ, ഉമ്മ വിളിക്കുന്നു. മോളെ, പിന്നെ ക്ലാസ്സിന് പോകണ്ടേ? സമയം അരമണിക്കൂർ വൈകി. വരി, ഉമ്മ കൊണ്ടാക്കി തരാം എൻ്റെ കുട്ടീനെ. ഇന്ന് ഉമ്മ വരാം, എൻ്റെ കുട്ടീൻ്റെ കൂടെ അവിടെ എത്തും. ഉമ്മ, ഞാൻ ക്ലാസ്സിന് ഇനി പോകണില്ല. അതെന്താ മോളെ, ഇത്രയൊക്കെ പൈസ കൊടുത്ത് പഠിപ്പിച്ചിട്ട് എൻ്റെ കുട്ടി എന്താ അങ്ങനെ പറയണത്? വെറും 4-5 ദിവസം മാത്രമാണ് എക്സാമിനുള്ളത്. അമ്മ, ഞാൻ ഇനി പോകണില്ല അമ്മ, ഞാൻ ഇനി എന്തിനാണ് പഠിക്കണത്? എൻ്റെ കുട്ടി അങ്ങനെ പറയരുത്, തളരരുത്. അള്ളാഹു ഉണ്ട് നമുക്ക്, അള്ളാഹു ഉണ്ട്. അള്ളാഹു നമ്മളെ കൂടെയല്ലേ? നിനക്കെല്ലാം അറിയുന്ന കുട്ടിയല്ലേ? നീ എല്ലാത്തിനും അള്ളാഹുവിനോട് പറയുന്നതല്ലേ? പിന്നെ നീ എന്തിനാ തളരുന്നത്? അവന് നിന്നെ ഇതുവരെ നോക്കാത്ത ഓൻ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ? ഉമ്മ, ഞാൻ ഇല്ല ഉമ്മ ക്ലാസ്സിന് ഇല്ല, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഉമ്മാക്ക് സങ്കടം വന്നു. പഠിച്ചവനെ, എൻ്റെ കുട്ടിയുടെ മനസ്സ് അത്രക്കും പതറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളെങ്ങനെ പറയുന്നത്. അവൾ വല്യമ്മയുടെ ആ കട്ടിലിൽ തന്നെ കിടന്നു. കൈകാലുകൾ തളരുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. മനസ്സാകെ ഇളകി മറിഞ്ഞു, ടെൻഷനായി, ആകെ തളർന്ന് കിടപ്പാണ്. ഒന്ന് കണ്ണു തുറക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. ഉമ്മയും എളാമ്മയും വല്യമ്മയും വിളിക്കുകയാണ്. മോളെ, നുസൈബ മോളെ, എൻ്റെ കുട്ടി എണീക്ക്, എൻ്റെ കുട്ടി ഇതാ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചോളി എന്ന് പറഞ്ഞ് അപ്പോഴേക്കും എളാമ്മ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവുമായി ഉപ്പിട്ട് അവിടെ എത്തിയിരുന്നു. ഇതൊന്ന് കുടിച്ചോളി, ഇനിയിപ്പോൾ ടെൻഷനായി പ്രഷർ കുറേ ഏറെ എന്തൊക്കെ ചെയ്തിക്കണേ അറിയില്ല, ഇതൊന്ന് കുടിച്ചോളി. വേണ്ടമ്മ, അത് പറഞ്ഞാൽ പറ്റില്ല. 1/2 ഗ്ലാസ് അവൾ എങ്ങനെയൊക്കെയോ ഒന്ന് കുടിച്ചു. വീണ്ടും അവൾ ആ വല്യമ്മയുടെ കട്ടിലിൽ അവിടെ കിടന്നു തളർന്നു. ഉമ്മ, ഞാൻ ഇനി വല്യമ്മയുടെ കൂടെ ഇവിടെ കിടന്നോളാം, ഞാൻ ഇനി അങ്ങോട്ടും പോകണില്ലമ്മ. ഇനി എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? എൻ്റെ മോളെ, ഇനി നീ പറയരുത്, എൻ്റേന്ന് നീ ഒരു വാക്ക് നീ പറയരുത്. എപ്പോഴും നിനക്ക് എൻ്റെ ഫൈസൽക്കാൾ, ഒരിക്കലും അത് പറയരുത്. എന്തിനു പറയണേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവനെ മനസ്സിൽ നിന്നുകൊണ്ട് ഒഴിവാക്കാൻ. അവൻ ഇതേ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു ആദ്യം തന്നെ. ഉമ്മ, അപ്പോൾ നിങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും. എന്താ മോളെ പറയാനേ? ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അറിഞ്ഞാലും ഓനല്ലേ, അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. നമുക്ക് പഠിച്ചാൽ വേറെ നല്ലത് തരും. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അവൾക്ക് ഒന്നിനും കഴിയുന്നില്ല. അവളാകെ തളർന്നു പോയിട്ടുണ്ട്. അവളുടെ മനസ്സിൻ്റെ ധൈര്യം വീണ്ടെടുക്കാൻ പഠിച്ചവനെ എന്താണ് ചെയ്യേണ്ടത്? ഉമ്മ വിചാരിക്കുന്നു. അള്ളാഹുവേ, എൻ്റെ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നവും പ്രയാസം ഉണ്ടാവരുത്. അവളുടെ ആ മനസ്സിൻ്റെ ധൈര്യം അവൾക്ക് വീണ്ടെടുക്കാൻ കഴിയണേ തമ്പുരാനെ. എൻ്റെ കുട്ടി പാവം, കല്യാണം കഴിഞ്ഞത് മുതൽ അവനെ മാത്രം മനസ്സിൽ വെച്ച് നടക്കുന്ന പെൺകുട്ടിയാണ്. വേറൊരുത്തനെയും അവൾ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വിഷമമുണ്ടാവും, അതെനിക്ക് നന്നായിട്ട് അറിയാം. നല്ല വിഷമമുണ്ടാവും. പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് നീ ക്ഷമ നൽകുക റഹ്മാനെ. അവൾക്ക് അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതാക്കി കൊടുക്കുക റഹ്മാനെ. ഉമ്മ കണ്ണീരോടെ ദുആ ചെയ്യുന്നു. വല്യമ്മയുടെ ആ കട്ടിലിൽ നുസൈബാദ തളർന്നു കിടക്കുകയാണ്. കണ്ണുപോലും തുറക്കുന്നില്ല. ഉമ്മാക്ക് ആകെ ടെൻഷനായി, വല്യമ്മക്കും. പഠിച്ചോനെ, എന്താ ചെയ്യുക? എൻ്റെ കുട്ടിയുടെ ബാഗ് ഇതൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുമായിരുന്നല്ലോ, അപ്പോഴാണല്ലോ ആ ഒരു വാർത്ത അവൾ അറിഞ്ഞത്. അല്ലെങ്കിലും എത്ര മറച്ചു വെച്ചിട്ടും എന്താ ഒരിക്കലും അത് പുറത്താവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പഠിച്ചോനെ, കാത്തുരക്ഷിക്കണേ. ഈ കാര്യം ഉപ്പയോട് പറഞ്ഞ ഉപ്പ ആകെ ഒന്നും കൂടി ടെൻഷനാവും. പിന്നെ വീണ്ടും ഉപ്പയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക്. എൻ്റെ മോളൊരു ഭാഗത്ത്, ഓളൊപ്പൊരു ഭാഗത്ത്. പഠിച്ചോനെ, ഞാൻ എന്താ കാട്ടുക? ഈ 2-3 പെൺകുട്ടികളെയും ഈ വെയ്യാത്ത ഉപ്പാനെയും കൊണ്ട്. ഉമ്മ ഹൃദയം പൊട്ടി കരയുന്നു. നുസൈബ അവിടെ തളർന്നു കിടക്കുകയാണ്.
അവൾക്ക് ആ വാർത്ത താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു ഒരിക്കലും. യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അള്ളാഹുവിനെ വിളിക്കുകയാണ്.